are watching me after so long that എൻ്റെ എക്സാംസ് കഴിഞ്ഞു ആൻഡ് ഐ ആം ടോട്ടലി ഫ്രീ നൗ. സോ ഐ തോട്ട് ഓഫ് എനിക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആൻഡ് വൈ ഐ ആം നോട്ട് ബീയിങ് കൺസിസ്റ്റന്റ് ഓർ ഈവൻ അപ്ലോഡിങ് എ സിംഗിൾ വീഡിയോ ആഫ്റ്റർ ദീസ് മെനി ഡേയ്സ്. യാ, സോ ഞാൻ എന്തായാലും വിചാരിച്ചു എന്തായാലും എനിക്കിപ്പോൾ വെക്കേഷനാണ് ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ റിസൾട്ട്സ്. സോ വൈ കാണ്ട് ഐ ജസ്റ്റ് ഫോക്കസ് ഓൺ മൈ മൈ യൂട്യൂബ് ചാനൽ. നീറ്റ് എന്ന് ലൈക്ക് എക്സാംസിനായിരുന്നു ഞാൻ ആക്ച്വലി 1 year സ്പെൻഡ് ചെയ്തത് ആൻഡ് 1 year കംപ്ലീറ്റ്ലി റിലീജിയസ്ലി ഞാൻ ആ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു എൻ്റെ ഹോൾ 365 ഡേയ്സ് ഞാൻ സ്പെൻഡ് ചെയ്തത്. ആൻഡ് അത് കഴിഞ്ഞിട്ടും സ്റ്റിൽ നീറ്റാണ് എൻ്റെ ഹെഡിലുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് എൻ്റെ നീറ്റ് 2025 ജേണി. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് യൂട്യൂബിൽ എല്ലാവരും ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കാണണം. ആൻഡ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് എനിക്ക് അത്രയും ഒരു വെക്കേഷൻ വേണമായിരുന്നു. യെസ്, ഐ റിയലി നീഡ് ഇറ്റ്. സോ ഇപ്പോഴാണ് എനിക്ക് ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് തുടങ്ങാൻ തന്നെയുള്ളൊരു ബ്രീത്തിങ് ആർ കിട്ടിയത്. ഓക്കെ, ആക്ച്വലി നമുക്ക് സബ്ജക്ട് വൈസ് അനാലിസിസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. or let me give me a small introduction on myself. ഞാൻ ആക്ച്വലി ഒരു നീറ്റ് റീറിപ്പീറ്റർ ആയിരുന്നു ആൻഡ് ഫസ്റ്റ് ടൈമിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു സ്കോർ എനിക്ക് കിട്ടിയില്ല. ലൈക്ക് ഐ ഹാഡ് സോ മെനി പേഴ്സണൽ റീസൺസ് ഫോർ ദാറ്റ് ആൻഡ് എനിക്ക് എന്തായാലും ഒരു എയിം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് ഐ വോണ്ട് ടു ക്രാക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ആൻഡ് ഗെറ്റ് ഇൻ ടു MBBS കോളേജ്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഡ്രീം. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു ഓപ്ഷൻസിലോട്ടും പോയില്ല, വേറെ ഒരു കോളേജിലോട്ടും ഡിഗ്രി അഡ്മിഷൻസിനൊന്നും ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ സോ ഐ ജസ്റ്റ് നീഡഡ് ഒരു പ്രാവശ്യം കൂടെ ഒരു ട്രൈ നടത്തിയാൽ എന്താണ് എന്നുള്ളൊരു ഒരൊറ്റ എയിമിൽ മാത്രമാണ് ഞാൻ റീറിപ്പീറ്റിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്. അതിന് മുമ്പ് എനിക്ക് എബ്രോഡ് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് സംഹൗ ആ പ്ലാൻസ് ഫോർച്ചുനേറ്റ്ലി ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ആ പ്ലാനൊക്കെ പോയി ആൻഡ് ഐ ജസ്റ്റ് വെൻ ടു നീറ്റ് ടു റീറിപ്പീറ്റിന് വേണ്ടി. ഞാൻ സൈലത്തിലായിരുന്നു നീറ്റ് റീറിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ ട്രിവാൻഡ്രം. സോ ബേസിക്കലി ഐ എം എ ട്രിവാൻഡ്രം ഓറിയൻറ്റഡ് ഒരു പേഴ്സൺ തന്നെയാണ്. ഓക്കെ, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നീറ്റ് സെൻറ്റർ കിട്ടിയത് ഇവിടെ പാളയത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജിലാണ്. യൂഷ്വലി നമുക്ക് എല്ലാവർക്കും അറിയാം 3 hours എക്സാം. അതിന് 11:30 തൊട്ട് നമുക്ക് ആക്ച്വലി റിപ്പോർട്ടിംഗ് ടൈം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അടുത്തായതുകൊണ്ട് തന്നെ ഈവൻ ലൈക്ക് ഒരു 1 hour ഡിസ്റ്റൻസ്, ലെസ് ദാൻ 1 hour ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എനിക്ക് ആക്ച്വലി സെൻറ്ററിലോട്ട് എത്താൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു 11-നാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്, വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ അവിടെ റീച്ച് ചെയ്തു ഓൾമോസ്റ്റ് ഒരു ട്രാഫിക്കും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ഒക്കെ കഴിഞ്ഞാൽ സെൻറ്ററിൽ എത്തിയത് ഐ ഗസ് ഒരു 12-നൊക്കെ ആയിരിക്കണം, ഒരു 12-15 ഞാൻ എത്തി. അപ്പോൾ അന്ന് എത്തി അവിടെ തന്നെയായിരുന്നു നമ്മുടെ എല്ലാ ചെക്കിങ്, ബാക്കി ബയോമെട്രിക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഹോളിലോട്ട്. പക്ഷേ ആ സംഭവം ഭയങ്കര ലാഗായിരുന്നു കേട്ടോ, ടു ബി ഓണസ്റ്റ്. എനിക്ക് കുറച്ച് ഞാൻ ടെൻസ്ഡ് ആയി. അയ്യോ 11:30 തന്നെ എത്തണമായിരുന്നോ എന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ആ പ്രോസസ്സൊക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു കമ്പയർ ടു ദി ലാസ്റ്റ് ഇയർ ഞാനൊരു CBSE സ്കൂളിലാണ് എഴുതുന്നത് ആൻഡ് നൗ ദാറ്റ് ഇസ് ദിസ് ഇയർ തൊട്ട് എനിക്ക് തോന്നുന്നു എല്ലാം ഗവൺമെൻറ് ഏജൻസീസിലാണ് നടത്തുന്നത് ദിസ് എക്സാം. ബിക്കോസ് ഓഫ് ദാറ്റ് ലാസ്റ്റ് ഇയർ സ്കാം അറിയാവുന്നവർക്ക് യു ക്യാൻ ആക്ച്വലി റിലേറ്റ്. സോ ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ലാഗായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ടെൻസ് ആയി. ഒരു 0.5% എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് 1:30-ക്കുള്ളിലെങ്കിലും എക്സാം ഹാളിൽ എത്താൻ പറ്റുമോ എന്നുള്ളത്. ബിക്കോസ് ഒരു ലോങ് ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എനിക്ക് കിട്ടിയത് യൂണിവേഴ്സിറ്റി അറിയാലോ, കോളേജ് ആവാൻ നേരത്ത് അതിൻ്റേതായിട്ടുള്ള ലാർജ് ഏരിയ, അപ്പം അവിടോട്ട് എത്താനൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാമ്പസിനകത്ത് എത്തിയിട്ടും ഇത് എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കിട്ടിയത് ആൻഡ് ആക്ച്വലി ഐ റിമെമ്പർ ദാറ്റ് ബിക്കോസ് കുറേ പടികളൊക്കെ കയറിപ്പോയി. ഒരു വലിയൊരു ഓൾഡ് ബിൽഡിംഗ് ആണ്, അതിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഒരു ക്ലാസ്സിലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ക്ലാസ്സസ് ആക്ച്വലി ഗുഡ്, ഒരു ഗാലറി ടൈപ്പ് ക്ലാസ്. ഓക്കെ, അങ്ങനെയൊക്കെയായിരുന്നു ക്ലാസ്സസ് ആൻഡ് സെൻറ്ററിൻ്റെയൊക്കെ വിശേഷങ്ങൾ. ആൻഡ് ഫസ്റ്റ് ബെഞ്ച് തന്നെയാണ് കിട്ടിയത്. ഫസ്റ്റ് ബെഞ്ചിൽ ഏറ്റവും അറ്റത്തൊരു സീറ്റായിരുന്നു ആൻഡ് ഫ്രണ്ടിലാണ് നമുക്ക് ക്ലോക്ക് വയ്ക്കുന്നത്. എനിക്ക് ലൈക്ക് അങ്ങനത്തെ കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് 1 year സ്പെൻഡ് ചെയ്തതൊക്കെ ഭയങ്കര അത്രയും റിലീജിയസ്ലി അത്രയും എഫേർട്ട് ഇട്ടിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ആക്ച്വലി May 4th അന്നായിരിക്കുമല്ലോ നമ്മുടെ റിയൽ പെർഫോമൻസ് നമ്മൾ എടുക്കേണ്ട ദിവസം. അപ്പോൾ അന്ന് നമുക്ക് ക്ലോക്ക് ഉണ്ടാവുമോ, ബെഞ്ച് ആൻഡ് ഇതൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിരിക്കും എന്നൊക്കെയുള്ള നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു ഡിജിറ്റൽ ക്ലോക്ക് ആയിരുന്നു, ഒരു LED ക്ലോക്ക് ആയിരുന്നു. സിൻസ് ഐ വാസ് സിറ്റിംഗ് ടുവേർഡ്സ് ദാറ്റ് എൻഡ് എനിക്ക് ആ ക്ലോക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. യെസ്, അപ്പോൾ ഞാൻ എന്താണ് ഇൻവിജിലേറ്ററിനോട് പറഞ്ഞിരുന്നു, മാം ഓരോ മണിക്കൂർ കൂടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് പറയണേ, ബിക്കോസ് ഐ വാസൻറ്റ് ഏബിൾ ടു സീ ദാറ്റ് ക്ലോക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ എത്തി വലിഞ്ഞൊക്കെ നോക്കണം എനിക്ക് ആ ക്ലോക്ക് കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയായിരുന്നു ക്ലാസ്സസ് ആൻഡ് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു കഥ. പിന്നെ ഇൻവിജിലേറ്റർ ആസച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. ലൈക്ക് ടീച്ചേഴ്സ് വന്നിട്ട് നമ്മളോട് പറയും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. അത് കേൾക്കാൻ നേരത്തെ ആക്ച്വലി നമുക്ക് ടെൻഷൻ വരും. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ ഫ്രണ്ട് ബെഞ്ചിലാണ്, അപ്പോൾ അവർ പോകുന്നതൊക്കെ ആ ഫ്രണ്ടിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്നതായതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം പാസ് ചെയ്യാൻ നേരത്തും അവർ നമ്മളോട് നമ്മളെ ടെൻഷൻ അടിക്കരുത്, തെറ്റായിട്ടൊന്നും എഴുതരുത്, കറക്റ്റ് സ്ഥാനത്ത് തന്നെ ബബിൾ ചെയ്യണം. നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ, പക്ഷേ ഇവരിങ്ങനെ പറയാൻ നേരത്ത് വി ഗെറ്റ് ഈവൻ മോർ ടെൻസ്ഡ്. അതൊരു ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി എനിക്ക്. അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞു, ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു, തമ്പ് ഇംപ്രഷൻ വെക്കണം, അതെല്ലാം കഴിഞ്ഞിട്ട് ആക്ച്വലി കറക്റ്റ് ഷാർപ്പ് 2 o'clock തന്നെ നമുക്ക് പേപ്പർ കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഞാൻ ആക്ച്വലി എൻ്റെ റിപ്പീറ്റ് കോഴ്സ് ഞാൻ എടുത്തിരുന്നത് ഫ്രം സൈലം ട്രിവാൻഡ്രത്ത് നിന്നായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ യൂഷ്വലി വരുന്ന മോക്ക് എക്സാംസിനൊക്കെ എഴുതുന്ന ഒരു പാറ്റേൺ വെച്ചിട്ട്, ഈവൻ ദോ ഫിസിക്സ് വാസ് മൈ ഹാർഡർ സബ്ജക്റ്റ്, ഐ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. എനിക്ക്
എനിക്ക് എന്തോ ബയോളജി യൂഷ്വലി എല്ലാവരും ബയോളജി കെമിസ്ട്രി ഫിസിക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് അങ്ങനെയാണ് അവരുടെ പാറ്റേൺ എങ്കിൽ എനിക്ക് ഒരിക്കലും ആ പാറ്റേൺ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. ഞാൻ അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേസിൽ ഞാൻ എൻ്റെ മോക്ക് പേപ്പർ ഞാൻ ആക്ച്വലി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫിസിക്സിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചെങ്കിലും ഹാർഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് അത് എഴുതാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും മര്യാദയ്ക്ക് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. ലൈക്ക് എനിക്ക് കുറച്ച് ടെൻഷനുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഒന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ലീവ് ചെയ്തിട്ട് നെക്സ്റ്റിലോട്ട് കിടക്കുമല്ലോ. ആ സമയത്തും ഇൻ മൈ ഹെഡിൽ എനിക്ക് ആ പണ്ടത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ദാറ്റ് ഞാൻ ആ ലെഫ്റ്റ് അല്ലെങ്കിൽ ലീവ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും എൻ്റെ ഹെഡിൽ കിടന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്കൊന്നും ഫിസിക്സ് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല ഇഫ് ഐ അപ്രോച്ച് ഏറ്റവും ലാസ്റ്റിൽ. സോ ഞാനത് സ്വിച്ച് ചെയ്ത് നോക്കി. ഏറ്റവും ഫസ്റ്റ് തന്നെ ഞാൻ ഫിസിക്സ് എഴുതാൻ വേണ്ടി തുടങ്ങി. ഫസ്റ്റ് ഫിസിക്സ് എഴുതുമ്പോൾ ആക്ച്വലി ഐ ക്യാൻ റൈറ്റ് ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് എങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ലാതെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ഞാൻ യൂഷ്വലി മോക്ക് എക്സാംസിനൊക്കെ തുടങ്ങുന്നത് ഫിസിക്സിൽ നിന്ന് വെച്ചിട്ടാണ്. ബട്ട് ദിസ് എക്സാം ദറ്റ് ആക്ച്വൽ നീറ്റ് എക്സാമിന് വന്നപ്പോൾ ഫിസിക്സ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോ കുഴപ്പമില്ല, അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ലൈക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ എറർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐ വാസ് തിങ്കിങ് ഭയങ്കര ഈസിയാണല്ലോ എക്സാം എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസൻറ്റ് ഈസി ഫോർ മീ. അപ്പോൾ ഞാനത് ലീവ് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതും ഒരു റേഷ്യോ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് എനിക്ക് വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ അതിന് ആൻസർ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ലീവ് ചെയ്തുള്ളൂ, നമുക്ക് എഴുതി നോക്കാം, ഫിസിക്സ് മൈറ്റ് ബി ഈസി ആയിട്ടുള്ളൊരു പേപ്പർ ആയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുന്നു, കിട്ടുന്നില്ല. അതിൻ്റെ ഒരു 6th ക്വസ്റ്റ്യൻ എഴുതുന്നു, കിട്ടുന്നില്ല. 7th ക്വസ്റ്റ്യൻ എഴുതുന്നു, കിട്ടുന്നില്ല. അപ്പോൾ ആക്ച്വലി എനിക്കൊരു ടെൻഷൻ വരാൻ വേണ്ടി തുടങ്ങി. ബിക്കോസ് കണ്ടിന്യൂസ് ആയിട്ട് 5 ക്വസ്റ്റ്യൻ ഒക്കെ ലീവ് ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ വരും. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഫിസിക്സ് ചിലപ്പോൾ ഹാർഡായിരുന്നിരിക്കണം എന്ന് വെച്ചാൽ ഞാൻ അപ്പോഴത്തെ തോട്ട് പ്രോസസ്സാണ് പറയുന്നത്. ഓക്കെ ഹാർഡാണെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫിസിക്സ് അപ്പം തന്നെ സ്വിച്ച് ചെയ്തു. ലൈക്ക് ഒരു അരമണിക്കൂറായിട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഈ ലീവ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ ഫിസിക്സ് ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കി. ലൈക്ക് 45 ക്വസ്റ്റ്യനും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫിസിക്സ് കുറച്ച് ടഫാണ്, കുറച്ചധികം ടഫാണ്. ഇതുവരെ കണ്ട ടൈപ്പ് ഓഫ് മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, മോക്ക് എക്സാമിന് എഴുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അല്ല. ക്വസ്റ്റ്യൻസ് തന്നെ വായിക്കാൻ ഒരു 2 മിനിറ്റ് വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്കായി. അപ്പം ഞാൻ ഈസിലി സ്വിച്ച് ചെയ്ത് ഞാൻ ബയോളജിയിലേക്ക് മാറി. ഇതുവരെ ഞാൻ മോക്ക് എക്സാമിൽ പ്രാക്ടീസ് ചെയ്ത ഒരു മെത്തേഡും അല്ല ഞാൻ ലാസ്റ്റ് എക്സാമിന് ഉപയോഗിച്ചത്. ഐ ഡോണ്ട് നോ വൈ, ബിക്കോസ് ആ ഒരു സംഭവമായിരുന്നു അന്നത്തെ ആ ഡേ എന്ന് പറയുന്നത്. സോ നമ്മൾ എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ 3 hours നമ്മൾ അന്നത്തെ ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അതായിരിക്കും മാറ്റർ ചെയ്യുന്നത്. ഓക്കെ എനിവേസ്, അപ്പം അങ്ങനെ ഞാൻ ബയോളജിയിലേക്ക് മാറി. ബയോളജി ആക്ച്വലി നമ്മുടെ സൈലം ക്യാമ്പസിലൊക്കെ മോക്ക് എക്സാംസിന് ഇടുന്ന അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബിക്കോസ് എനിക്ക് അറിഞ്ഞൂടാ, ബയോളജിയൊക്കെ നല്ല ടഫായിട്ടാണ് നമ്മുടെ യൂഷ്വൽ പേപ്പേഴ്സിൽ ഇട്ടുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഞാനൊരു മോർ ദാൻ 20 പേപ്പേഴ്സ് എങ്കിലും എഴുതി കാണും സൈലം എലോൺ. അവിടുത്തെ മോക്ക് എക്സാംസിൽ മാത്രമായിട്ടൊരു മോർ ദാൻ 20 പേപ്പേഴ്സ് എഴുതി കാണും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ആദ്യത്തെ കുറച്ച് ഒരു 5 പേപ്പർ വരെയൊക്കെ ആക്ച്വലി ബയോളജി വാസ് വെരി ഈസി. നമുക്കൊരു 30 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ബോത്ത് ബോട്ടണി ആൻഡ് സുവോളജി എഴുതി തീർക്കാവുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു സൈലത്തിൽ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ദാറ്റ് ഇസ് ഒരു 5ാമത്തെ പേപ്പർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് ദാറ്റ് ഇസ് ഒരു മെയ് 1-ാം തീയതി വരെയൊക്കെ എഴുതിയ പേപ്പറിൽ ബയോളജി വാസ് എക്സ്ട്രീംലി ഹാർഡ്. എക്സ്ട്രീംലി ഹാർഡ്. സുവോളജിയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ തന്നെ അല്ലെങ്കിൽ വായിച്ച് പ്രോസസ്സ് ചെയ്ത് ഓപ്ഷൻസ് നോക്കി നമ്മൾ റെഫർ ചെയ്ത് വീണ്ടും ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിച്ച് എടുക്കേണ്ട ഒരു അവസരം, അങ്ങനത്തെ ഒരു മോഡലിലാണ് സൈലത്തിൽ പിന്നീട് നടത്തിയ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് അന്ന് വന്നപ്പോൾ ദാറ്റ് ഇസ് നീറ്റിന് വന്നപ്പോൾ എനിക്ക് ബയോളജി ഭയങ്കര ലെങ്തി ആണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടും എനിക്ക് ആക്ച്വലി അത് ലെങ്തി ആയിട്ട് തോന്നില്ല. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എനിക്ക് അങ്ങനെ അത്ര ലെങ്തി ആയിട്ട് തോന്നില്ല. ബിക്കോസ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്ന രീതി ബയോളജി അത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു ലെങ്തി പേപ്പറായിട്ട് തോന്നിയില്ല. ഈവൻ ദോ അത് നല്ല ലെങ്തി ആയിരുന്നു ആൻഡ് നല്ല കൺഫ്യൂസിങ് ആണ്. യെസ്, ഓപ്ഷൻസ് വേർ കൺഫ്യൂസിങ്, ബട്ട് ആ ലെങ്ത്നെസ് ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്കൊരു മാറ്ററായിട്ട് തോന്നിയില്ലത്. അങ്ങനെ ബയോളജി എനിക്കൊന്നൊരു 2 or 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഞാൻ ലീവ് ചെയ്തിട്ടുള്ളത്. അത് ലൈക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലൊക്കെ ആ ട്വിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനൊക്കെ എനിക്ക് കുറച്ച് പുതിയതായിട്ട് തോന്നി. ബിക്കോസ് അതിൻ്റെ ഒന്നും കോൺസെപ്റ്റ് ഞാൻ പഠിച്ചിട്ടും കൂടെ ഇല്ല. അതുകൊണ്ട് പക്ഷേ ഞാനത് കറക്കി കുത്തി പറഞ്ഞാൽ എഴുതി, ബട്ട് അത് റോങ് ആയി. ആൻഡ് 1-2 വേറെ ക്വസ്റ്റ്യൻസ് എനിക്ക് കൺഫ്യൂസിങ് ആയിരുന്നു. ലൈക്ക് ഓപ്ഷൻസ് വേർ കൺഫ്യൂസിങ്. അപ്പോൾ അത് വെറുതെ തെറ്റെന്ന് വെച്ചിട്ട് 2-3 ക്വസ്റ്റ്യൻ അത് ലീവ് ചെയ്തു. അപ്പോൾ ഞാൻ ആക്ച്വലി അതൊരു എന്നിരുന്നാലും എങ്ങനെ പോലും ഒരു 1 hour കൂടുതൽ എടുത്തിട്ടുണ്ടാവും ബയോളജി മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ വീണ്ടും കെമിസ്ട്രിയിലോട്ട് വന്നു. കമ്പാരിറ്റീവ്ലി എനിക്ക് കെമിസ്ട്രിയാണ് ഈസി ആയിട്ട് തോന്നിയത്. എനിക്ക് അല്ലാത്ത സമയങ്ങളിലും ലൈക്ക് നോർമൽ മോക്ക് എക്സാംസ് എഴുതാൻ നേരത്തും എനിക്ക് ബയോളജിയാണ് എൻ്റെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആൻഡ് ഈസിലി സ്കോറിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഫോർ മീ. എല്ലാവർക്കും അങ്ങനെയൊന്നും അല്ല. ആൻഡ് സെക്കൻഡ് കെമിസ്ട്രിയിൽ ബേസിക്കലി ഓർഗാനിക് പാർട്ട് വാസ് മൈ ഫേവറേറ്റ്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് പഠിച്ചിരുന്നതും ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. ആൻഡ് തേർഡ് ഫിസിക്സ്. അങ്ങനെയാണ് എൻ്റെ പാറ്റേൺ വരുന്നത്. എൻ്റെ ഒരു റേറ്റിങ്ങിൽ ഹാർഡ്നെസ് ഓഫ് ദ സബ്ജക്റ്റ് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ കെമിസ്ട്രി എനിക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റിയത് ആക്ച്വലി കെമിസ്ട്രിയിലാണ്. പക്ഷെ എന്നാലും അവിടെ ഇവിടെയും കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് വളരെയധികം ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് എഴുതാമെന്ന് പറഞ്ഞാൽ എപ്പോഴും കുറേ ലീവ് ചെയ്ത് ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് എന്തായാലും കെമിസ്ട്രിയിലും
ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ് ലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കുറച്ച് സമയം അഡീഷണൽ കിട്ടും. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത് തന്ന രീതിയിൽ അങ്ങനെ കിട്ടുമായിരുന്നു. പക്ഷേ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ലീവ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് നമ്മൾ അവസാനം ഒരു റൗണ്ട് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ലീവ് ചെയ്ത ക്വസ്റ്റ്യൻസിനെ വി അഗെയിൻ സ്റ്റാർട്ട് ടു സോൾവ്. ആ ഒരു രീതിയിലാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ലീവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡിൻ്റെ അകത്തൊരു ചിന്തയുണ്ട്, ഓക്കെ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് പിന്നെ സമയം കിട്ടുമല്ലോ എന്നുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് ക്ലോക്ക് വാസൻറ്റ് വിസിബിൾ ഫോർ മീ, അതൊരു പ്രശ്നമായിരുന്നു. ആൻഡ് രണ്ടാമത്തേത് ഫിസിക്സ് ഞാൻ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ആകെ കൂടി അറ്റൻഡ് പോലും ചെയ്തിട്ടുള്ളൂ. ബാക്കിയും കിടക്കുകയാണ് ഒരു 35 ക്വസ്റ്റ്യൻസ്. അതെങ്ങനെ എഴുതും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ആക്ച്വലി നല്ലൊരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്. ആൻഡ് കെമിസ്ട്രി കുറച്ച് ലീവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം 4 സമയം. ഒന്നാമത്തെ കാര്യം പണി പറ്റിച്ചത് ബയോളജിയിലെ ആ ലെങ്ത്നെസ് ആണ്. 1 മണിക്കൂർ കൂടുതൽ എടുത്തു അത് എഴുതാൻ. ആൻഡ് രണ്ടാമത്തത് ഫിസിക്സ് ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്സ് ആദ്യമേ നോക്കിയത് കൊണ്ട് ഭയങ്കര എക്സ്ട്രീംലി ടഫായിരുന്നു എനിക്ക്. ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസേ അല്ല. അല്ലെങ്കിൽ ഇതുവരെ ഞാൻ അത്രയും മോക്ക് എക്സാംസിൽ റിലീജിയസ്ലി ആ മോക്ക് ഞാൻ ക്യാമ്പസിൽ നിന്ന് എഴുതും, വീട്ടിൽ വന്നിട്ട് അത് ഒന്നും കൂടെ സോൾവ് ചെയ്യും, മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കും, എന്നിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് അതിൽ എഴുതും, ആൻഡ് അത് റിവൈസ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ട് പോലും അന്നത്തെ ദിവസം എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓക്കെ, അത്രയും ഇങ്ങനെ വന്നപ്പോഴത്തേനും അവസാനം ഞാൻ നോക്കിയപ്പോൾ 4 സമയം. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. ബിക്കോസ് ഫിസിക്സിൽ ഇത്രയും ക്വസ്റ്റൻസ് പെൻഡിങ് ഉണ്ട്, കെമിസ്ട്രി ഒരു 10ഓളം ക്വസ്റ്റൻസ് പെൻഡിങ് ആണ്. എനിക്ക് തോന്നുന്നു ഫിസിക്സ് ഞാൻ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എനിക്ക് ഒരു മോർ ദാൻ 50% ഫിസിക്സ് ക്വസ്റ്റൻസും ഞാൻ ലീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു എൻ്റെ പേപ്പർ കംപ്ലീറ്റ് വന്നിരുന്നത്. ബട്ട് തിങ് വിച്ച് ഡിസപ്പോയിൻറ്റഡ് മീ വാസ് ഇത്രയും എക്സ്ട്രീംലി ടഫർ ആയിരിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പ്രാക്ടീസ് ചെയ്ത് വന്ന ഫിസിക്സ് പേപ്പർ ആയാൽ പോലും നമുക്ക് ഒബ്വിയസ്ലി ഒരു 5-6 ക്വസ്റ്റൻസ് നല്ല ടഫുള്ളതായിരിക്കും, കുറേ ലെങ്തി ആയിരിക്കും. ഒരു പേപ്പറോളം സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനത്തെ ക്വസ്റ്റൻസ് എന്തായാലും കാണും നമ്മുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാ ക്വസ്റ്റൻസും അതുപോലെയായിരുന്നു. ഞാൻ പറഞ്ഞ 5-6 ക്വസ്റ്റൻസ് മാത്രമേ നമ്മൾ ആ ടൈമിൽ നമുക്ക് ചിന്തിച്ചിട്ട് ഓക്കെ ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കി ഇതാണ് ആൻസർ എന്ന് ഡയറക്റ്റ് നമുക്ക് ലിങ്ക് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. മോർ ദാൻ ഒരു 80% ലെങ്തി ക്വസ്റ്റൻസ് നമ്മൾ സോൾവ് ചെയ്തെടുക്കേണ്ട ക്വസ്റ്റൻസ് ആയിരുന്നു. പേഴ്സണലി എനിക്ക് മാത്തമാറ്റിക്സ് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല. ആൻഡ് ഫിസിക്സ് എക്സ്ട്രീംലി ടഫറായിട്ടുള്ള എനിക്ക് ഈ വർഷത്തെ പേപ്പർ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒന്നാമത്തെ റീസൺ ഒബ്വിയസ്ലി ഇത് ഇത്രയും ടഫായത് തന്നെയാണ്. ആൻഡ് രണ്ടാമത്തെ റീസൺ ഞാൻ ആദ്യമായി ഫിസിക്സ് എഴുതി എനിക്ക് കുറച്ചൊന്ന് ടെൻസ്ഡ് ആയിപ്പോയി. അതിൻ്റെ ത്രൂ ഔട്ട് എൻ്റെ നീറ്റ് ദാറ്റ് 3 hours ഉണ്ടായിരുന്നു. പിന്നെ ക്ലോക്കും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് നമ്മളെപ്പോഴും വാച്ച് കെട്ടിയിട്ട് എഴുതാൻ നേരത്തെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കഴിയുന്നതോടെ നമ്മളിങ്ങനെ നോക്കും കറക്റ്റ് ആയിട്ടുണ്ടോ, കറക്റ്റ് സമയം എല്ലാത്തിനും അതായത് സമയമാണോ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നൊന്നും ലൈക്ക് അങ്ങനെ നമ്മൾ നോക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒരു പ്രൊവിഷനൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി അന്നത്തെ ദിവസം വന്നിട്ട് നമുക്ക് എവിടെ നിന്നില്ലാത്തൊരു ടെൻഷനൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ 5 മണിയായി, പേപ്പർ വാങ്ങിച്ചു. ആൻഡ് ഞാനാകെ കിളി പോയ അവസ്ഥയിൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴും ഐ വാസ് തിങ്കിങ് ഓഫ് മൈ പേരൻസ് ഹു വെയർ വെയിറ്റിംഗ് ഔട്ട് സൈഡ്. അവരെ ഞാനങ്ങനെ ഫേസ് ചെയ്യുന്നത് ദിസ് ഇസ് മൈ സെക്കൻഡ് ഇയർ വിച്ച് ഐ സ്പെൻഡിങ് ടുവേർഡ്സ് ഇത്രയും റെക്ലെസ് ആയിട്ടുള്ളൊരു എക്സാമിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ 2ാമത്തെ വർഷമാണ്. അപ്പം അങ്ങനെ കുറേ തോട്ടാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതൊക്കെ കാരണം ടോട്ടലി എൻ്റെ എക്സാം കയ്യിൽ നിന്ന് പോയി മീൻസ് ഞാൻ വിചാരിച്ച അത്രയും എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഒബ്വിയസ്ലി പറ്റിയിട്ടില്ല. ആൻഡ് സൈലത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഹയസ്റ്റ് മാർക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നിയർലി 600 ആണ്. 600 മാർക്കാണ് എനിക്ക് ആക്ച്വലി ഹയസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചെങ്കിലും പ്രതീക്ഷ വെക്കുമല്ലോ ഇത്രയൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. ബട്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ആൻഡ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി ഐ വാസ് ഇൻ ടിയേഴ്സ്, ഐ ഫീൽ വെരി ഹെവി ഇൻസൈഡ്. പിന്നെ പാരൻസിനെ കണ്ടു, അവർക്ക് കുറച്ചൊക്കെ സമാധാനിപ്പിച്ചു. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു നീറ്റ്. അന്നത്തെ ആ ദിവസം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ഒന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്.